കിലോമീറ്ററിന് 4 കോടിയിലധികം രൂപ മുടക്കി നവീകരണ പ്രവൃത്തി പൂർത്തിയായ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ അപാകതകൾ ഇനിയും പരിഹരിച്ചിട്ടില്ല. ഇനിയും നടപടിയാവാതെ ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു. നവീകരണത്തിന് ശേഷം സംസ്ഥാന പാതയിൽ അപകടങ്ങളും തുടർക്കഥയാണ്. എരഞ്ഞിമാവിനും ഓമശ്ശേരിക്കുമിടയിൽ ഒരു വർഷത്തിനിടെ മാത്രം 400-ലധികം അപകടങ്ങൾ നടക്കുകയും നിരവധി പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഭാരം കൂടിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിലാണ് റോഡ് താഴ്ന്നുപോയി ചാലുകൾ രൂപപ്പെട്ടത്. കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പിൽ ഉൾപ്പെടെ തട്ടിക്കൂട്ട് പ്രവൃത്തികൾ നടത്തി അധികൃതർ തടി തപ്പുകയായിരുന്നു. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് സമീപം കറുത്തപറമ്പ് അങ്ങാടി കഴിയും വരെ റോഡിൽ യാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത വിധം റോഡ് താഴ്ന്നു പോയിരുന്നു. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും ഇവിടെ എത്തിയാൽ ടയർ പഞ്ചറായ അനുഭവമാണ് എന്ന് ഡ്രൈവർമാർ പറയുന്നു. താഴ്ന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റാതെ ഇതിനു മുകളിൽ ടാർ ഒഴിച്ച് പ്രവൃത്തി നടത്തുകയായിരുന്നു. ഇതോടെ ഈ ഭാഗത്തിപ്പോൾ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. സാധാരണ നിലയിൽ പഞ്ചായത്ത് റോഡുകളുമൊക്കെ ചെയ്യുന്നത് പോലുള്ള പ്രവൃത്തിയാണ് 200-ലേറെ കോടി രൂപ മുടക്കി പ്രവൃത്തി നടക്കുന്ന റോഡിൽ ചെയ്തിരിക്കുന്നത്. റോഡിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.